എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ ഗുരുജി സ്വാഗതം ചെയ്യുകയാണ് ഒരു പുതിയ പഠനത്തിൻ്റെ വീഡിയോയിൽ കൂടി. എനിക്ക് ഒരു വിശ്വാസമുണ്ട്, ഇന്ന് ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നാളെ മുതൽ നിങ്ങൾ ഈ മാർക്കറ്റിനെ കാണുന്ന രീതി ഒന്ന് മാറും. അത് എനിക്ക് എന്തായാലും ഉറപ്പ് തരാൻ പറ്റും. ഈ വീഡിയോ കണ്ടു കഴിഞ്ഞതിന് ശേഷം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ഇടുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഈ ചാനലിനെ കുറിച്ച് നിങ്ങൾ എടുത്തു പറയുക. ഈ സൈറ്റ് എത്ര പേരാണ് ഈ സൈറ്റ് ഓപ്പൺ ചെയ്ത് ഡെയിലി കാണുന്നത്? എത്ര പേരാണ് ഈ സൈറ്റ് ഓപ്പൺ ചെയ്ത് കാണുന്നത്? NSC എന്ന് പറയുന്ന ഈ സൈറ്റ് നിങ്ങൾ തന്നെ നിങ്ങളുടെ അടുത്ത് ചോദിക്കുക. ഒരു ദിവസം എത്ര പ്രാവശ്യം, അല്ലെങ്കിൽ ഒരു ദിവസം ഒരു പ്രാവശ്യമെങ്കിലും, അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും, അല്ലെങ്കിൽ 2 ദിവസത്തിൽ എന്നെങ്കിലും ഇത് നിങ്ങൾ ഓപ്പൺ ചെയ്ത് നോക്കാറുണ്ടോ എന്ന് നിങ്ങൾ നിങ്ങളുടെ അടുത്ത് തന്നെ ചോദിക്കുക. ഒരു ഓപ്ഷൻ, നല്ലൊരു ഓപ്ഷൻ ബയർ ആകണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നല്ലൊരു ഓപ്ഷൻ സെല്ലർ ആകണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സൈറ്റ് തരുന്ന ഇൻഫർമേഷൻ മതിയാകും. നിങ്ങളുടെ ദൈനംദിനം ചെയ്യുന്ന ഇൻട്രാഡേ എന്ന് പറയുന്ന രാവിലെ നമ്മൾ ട്രേഡ് ചെയ്യുന്ന ഇൻഡെക്സിൽ, ഫോർ എക്സാമ്പിൾ നിഫ്റ്റിയിലായിക്കോട്ടെ, ബാങ്ക് നിഫ്റ്റിയിലായിക്കോട്ടെ, ഫിൻ നിഫ്റ്റിയിലായിക്കോട്ടെ, അല്ലെങ്കിൽ നിഫ്റ്റി മിഡ് ക്യാപ്പിലായിക്കോട്ടെ, നിങ്ങൾ ഏതിലാണോ നിങ്ങൾ ഓപ്ഷൻ ബയർ ആകാൻ വിചാരിക്കുന്നു, അല്ലെങ്കിൽ ഓപ്ഷൻ സെല്ലർ ആകാൻ വിചാരിക്കുന്നു, ഈ NSCയിൽ കിട്ടുന്ന ഡേറ്റ മതിയാകും നിങ്ങൾക്ക് ഡെയിലി ഒരു ഇൻട്രാഡേ നല്ലൊരു ട്രേഡറായി മാറാം. പക്ഷേ ഞാൻ ഇത് എങ്ങനെ പോയാലും ഒരു ദിവസം 2 പ്രാവശ്യമെങ്കിലും, അല്ലെങ്കിൽ ഒരു 3 പ്രാവശ്യമെങ്കിലും ഇത് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഓപ്പൺ ചെയ്ത് ഇതിൽ നിന്ന് കിട്ടുന്ന, ഇത് പുതിയ വെബ്സൈറ്റാണ്, അപ്പോൾ പഴയ വെബ്സൈറ്റ് ഉള്ളപ്പോൾ തന്നെ ഇതിൽ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻസ് ഞാൻ നല്ല രീതിയിൽ ഉപയോഗപ്രദമായിട്ട് മാർക്കറ്റിൽ ഉപയോഗിക്കാൻ ചെയ്യുന്നുണ്ട്. ഇതല്ലാതെ ഞാനിവിടെ ഓപ്പൺ ചെയ്ത് വെച്ചേക്കുന്ന ട്രേഡിംഗ് വ്യൂവിൻ്റെ 15 മിനിറ്റിൻ്റെ ക്യാൻഡിൽ സ്റ്റിക്കിൻ്റെ ചാർട്ടാണ്. ഓക്കെ, എന്നിട്ട് ഇത് മാർക്കറ്റ് പ്രൊഫൈൽ എന്ന് പറയും. നിറച്ച ആൾക്കാർ പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതൊരു യുണീക്കായിട്ടുള്ള ചാർട്ട് പാറ്റേൺ ആണ്. ഇത് ഞാൻ ഇപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഇത് എന്തുകൊണ്ടാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ, ഞാനൊരു ഓപ്ഷൻ ബയറാണ് മാർക്കറ്റിൽ, നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും. മെയിൻലി ബാങ്ക് നിഫ്റ്റിയാണ് ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് കൂടുതൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്റ്റോക്ക് ഓപ്ഷൻസും ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ സ്റ്റുഡൻസ് ഗ്രൂപ്പിലൊക്കെ സ്റ്റോക്ക് ഓപ്ഷൻസ് രാവിലെ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇന്ന് രാവിലെ 9:11 ബ്രിട്ടാനിയ എന്ന് പറയുന്ന ആ സ്റ്റോക്ക് ഓപ്ഷന് കറക്റ്റ് CE എന്ന് പറഞ്ഞ് കൊടുത്തിരുന്നു. രാവിലെ 9:20 ആയപ്പോൾ തന്നെ നല്ലൊരു പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് ഇറങ്ങാൻ പറ്റി അതിൽ നിന്ന്. ഓക്കെ, അത് നമുക്ക് വരുന്ന ദിവസങ്ങളിൽ ഡിസ്കസ് ചെയ്യാൻ പറ്റും. ഇത് ഞാൻ എപ്പോഴും ഡെയിലി റെഗുലറായിട്ട് യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ് മാർക്കറ്റ് പ്രൊഫൈൽ. കാരണം വെച്ചാൽ ഇതിൻ്റെ ഈ കാണുന്ന ബോക്സിനകത്ത്, ഈ ബോക്സിനെ വിളിക്കുന്നതാണ് ടൈം പ്രൈസ് ഓപ്പർച്യൂണിറ്റി. ടൈം പ്രൈസ് ഓപ്പർച്യൂണിറ്റി. അപ്പോൾ ആസ് എ ഓപ്ഷൻ ബയർ ഏത് സമയത്താണ് എനിക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടുക? ഒരു മുകളിലോട്ട് ഒരു നല്ലൊരു മൊമെൻറ്റമോ താഴോട്ടുള്ള ഒരു മൊമെൻറ്റം ഉണ്ടെങ്കിൽ മാത്രമേ ഓപ്ഷൻ ബയറിന് പ്രയോജനമുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ചാർട്ട് ഞാൻ ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുത്താറുണ്ട്. സെക്കൻഡ്, ഈ ചാർട്ടിൽ കിട്ടുന്ന ഇൻഫർമേഷന് എൻ്റെ ഓപ്പോണൻറ്റ് ഗെയിം തിയറിയാണ്. എല്ലാ ഗെയിം തിയറിയാണ്, എസ്പെഷ്യലി ഇതിനകത്ത് പറയുന്നത് ഗെയിം തിയറിയാണ്. ഗെയിം തിയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഓപ്പോസിറ്റ് പാർട്ടി, എൻ്റെ ഓപ്പോസിറ്റായിട്ട് കളിക്കുന്ന ആൾക്കാർ ഓപ്ഷൻ സെല്ലറാണ്. അപ്പോൾ അവർ എവിടെയൊക്കെയാണ് വീക്കായിട്ട് ഓപ്ഷൻ സെല്ല് ചെയ്യുന്നത്, എവിടെയൊക്കെയാണ് ഓപ്ഷൻ അവർ വീക്കായിട്ട് സെല്ല് ചെയ്യുന്നത് എന്ന് നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്. സോ അത്, അല്ലെങ്കിൽ എവിടെയൊക്കെയാണ് ഓപ്ഷൻ ബയർ വീക്കായിട്ട് വാങ്ങിക്കുന്നുണ്ട് എന്ന് നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ആ ഒരു വീക്ക്നെസ് നമുക്ക് ഇൻഫർമേഷൻ കിട്ടും. അത് ബേസ് ചെയ്തിട്ടാണ് എൻട്രിയും എക്സിറ്റും നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തൊക്കെ നോക്കണം? ഒരു ഓപ്ഷൻ ബയർ ആണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഓപ്ഷൻ സെല്ലർ ആണെങ്കിൽ നിങ്ങളെ തന്നെ പ്രിപ്പയർ ചെയ്യേണ്ടത് എന്തൊക്കെയാണ്? പെട്ടെന്ന് തന്നെ നോക്കാം. നിങ്ങൾ എല്ലാ ദിവസവും വൈകിട്ട് ആഫ്റ്റർ മാർക്കറ്റ് ഹവേഴ്സ് കഴിഞ്ഞിട്ട് ഈ NSC സൈറ്റിലോട്ട് പോവുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ നിഫ്റ്റിയാണ് ട്രേഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ആദ്യം നിഫ്റ്റി എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം, സെർച്ച് ബാറിൽ നിഫ്റ്റി എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം അതിനകത്ത് ഡെറിവേറ്റീവ്സ് എന്ന് പറയും, ഈ ഡെറിവേറ്റീവിൽ ക്ലിക്ക് ചെയ്യുക. സോ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ഇതിനകത്ത് നമുക്ക് ഒരു ഇൻഫർമേഷൻ കിട്ടും. ഇവിടെ എന്താണ്, ഏത് ടൈപ്പ് ഓഫ് പ്ലെയേഴ്സാണ് ഇവിടെ ഉള്ളത് എന്ന് ഈ ചാർട്ടിൽ നമുക്ക് ഇൻഫർമേഷൻ കിട്ടും. കാര്യത്തിൽ നിറച്ച ആൾക്കാർ ഇത് നോക്കാറില്ല. നിറച്ച ആൾക്കാർ സെല്ലേഴ്സ്, എസ്പെഷ്യലി ഓപ്ഷൻ സെല്ലേഴ്സ് എന്ത് ചെയ്യും? ക്യാൻഡിൽ സ്റ്റിക്കിൽ നോക്കും, വീക്ക്ലി ഹൈ, മന്ത്ലി ഹൈ, അല്ലെങ്കിൽ അതൊക്കെ നോക്കിയിട്ട് അതിൻ്റെ മുകളിലൊരു സ്ട്രാറ്റജീസ് അവർ തന്നെ ബിൽഡ് ചെയ്യും. സെൻസിബിൾ പോയിട്ട് അവർ തന്നെ ഒരു ഇതിട്ടതിന് ശേഷം അവരങ്ങ് ബിൽഡ് ചെയ്യും. ബട്ടർഫ്ലൈയോ, അയൺ കോൺട്രോ, സ്ട്രാഡിലോ, സ്ട്രാങ്കിളോ. മോസ്റ്റ്ലി ഇത് എന്തിനാണ് നമ്മൾ ആദ്യം ചോദിക്കേണ്ടത്? ഇത് ഓപ്ഷൻ എന്ന് പറയുന്നത് എന്തിനാണ് നമ്മുടെ സെബി കൊണ്ടുവന്നിരിക്കുന്നത്?
ഇവിടെ എല്ലാ സ്ഥലത്തും ഓപ്ഷൻ ഉണ്ട്. എസ്പെഷ്യലി നമ്മുടെ ഇന്ത്യയിൽ എന്തുകൊണ്ടാണ് ഈ ഓപ്ഷൻ നമ്മളിങ്ങനെ കൊണ്ടുവന്നിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഹെഡ്ജിങ് ടൂളാണ്. ഒരു ഒരു ഒരാൾക്ക് നഷ്ടം വരാതിരിക്കാനായിട്ട് സെബി നമ്മുടെ ഇന്ത്യയിൽ നമ്മൾ ചെയ്യുന്ന ഒരു ഹെഡ്ജിങ് ടൂളാണ്. അതുകൊണ്ട് ഇവിടെ ഓപ്ഷൻ സെല്ലേഴ്സിന് വേണ്ടിയിട്ടാണ്, ഓപ്ഷൻ സെല്ലേഴ്സിൻ്റെ കാര്യങ്ങൾ ഇവിടെ എന്താണ് എന്നുള്ളത് ഇവിടെ ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഏത് തരത്തിലുള്ള ഓപ്ഷൻ സെല്ലേഴ്സാണ് ഇവിടെ ഉള്ളത് എന്നുള്ളത് നമുക്ക് ക്ലിയർ ആയിട്ട് ഇവിടെ മനസ്സിലാക്കാൻ പറ്റും. അത് മനസ്സിലാക്കി നമുക്ക് ഇവരുടെ കൂടെ തന്നെ, അതായത് ഇവർ എപ്പോഴാണ് വീക്കാകുന്നത് അപ്പോഴാണ് നമുക്ക് പ്രോഫിറ്റ്. ഇവർ എപ്പോഴാണ് വീക്കാകുന്നത് അപ്പോഴാണ് നമ്മൾ ബയർ സ്ട്രോങ് ആവുക, അല്ലേ? പക്ഷേ ഇവർ സ്ട്രോങ് ആയിട്ട് പോകുമ്പോൾ ഓപ്ഷൻ സെല്ലേഴ്സും ഇവരുടെ കൂടെ നോക്കിയിട്ട് ഒരു സ്ട്രാറ്റജി ബിൽഡ് ചെയ്യുന്നതല്ലേ നല്ലത്. ഇവരിങ്ങനെ ഓൾറെഡി നമുക്ക് മാർക്കറ്റിൽ ഇത്രയും സ്ട്രൈക്സ് കൊടുത്തിട്ടുണ്ട്, ഇത്രയും സ്ട്രൈക്സിൽ ആൾക്കാർ ബിൽഡ് ചെയ്ത കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. പക്ഷേ ആദ്യത്തെ 2 എണ്ണം അല്ലെങ്കിൽ ആദ്യത്തെ ഒരു 5 എണ്ണം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമുക്ക് ഈ ഓപ്പൺ ഇൻട്രസ്റ്റ് ഒന്നും നോക്കേണ്ട കാര്യമേ ഇല്ല. മാർക്കറ്റിൽ ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കേണ്ട കാര്യമില്ല. അത് എന്താണെന്നുള്ളത് നമ്മൾ വരുന്ന ദിവസങ്ങളിൽ പറയാം. ഓപ്പൺ ഇൻട്രസ്റ്റ് വളരെ സിമ്പിളാണ്. ഇപ്പം ഞാനൊരു 10 ലോട്ട് വിറ്റിരിക്കുകയാണെന്ന് വിചാരിച്ചോളൂ. അപ്പോൾ എൻ്റെ ഓപ്പൺ ആയിട്ട് കിടക്കുന്ന ആ ഒരു എന്താ പറയുക, ആ ഒരു സ്ട്രൈക്ക്, ആ ഒരു എന്താ പറയുക, ആ ഒരു വിഷയം ഓക്കെ എൻ്റെ ഓപ്പണായിട്ട് കിടപ്പുണ്ട്. പക്ഷേ 10 ലോട്ട് ഞാൻ വിറ്റിട്ടുണ്ട്. ഇതിൽ നിന്ന് 2 ലോട്ട് ഞാൻ സ്ക്വയർ ഓഫ് ചെയ്തോ അല്ലെങ്കിൽ അഡ്ജസ്റ്റ്മെൻറ്റോ ചെയ്താൽ എൻ്റെ ഓപ്പൺ ഇൻട്രസ്റ്റിൻ്റെ ഇത് മാറത്തില്ല, അതിൻ്റെ ഡീവിയേഷൻ മാറത്തില്ല. അതുകൊണ്ട് തന്നെ OI ഡേറ്റ ഞാൻ വലുതായിട്ട് നോക്കുന്നില്ല. കാര്യത്തിൽ ഇവിടെ നമുക്ക് ആവശ്യത്തിനുള്ള ഡേറ്റ ഇവിടെ കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ് ഇന്നലെ ഇത് കൊടുത്തിരുന്നത് ഇന്നലെ നിഫ്റ്റിയിൽ കൊടുത്തിരുന്നത് 19400 ഒരു സ്ട്രാഡിലാണ്. 19400 പിയും 19400 ഒരു സിയും ആണ് സ്ട്രാഡിൽ. ഇത് ഷോർട്ട് സ്ട്രാഡിൽ എന്ന് പറയും. ഓപ്ഷൻ സെല്ലേഴ്സ് അവിടെ ഉണ്ടെങ്കിൽ അതിന് ഷോർട്ട് സ്ട്രാഡിൽ എന്നും, ഇത് രണ്ടും ആൾക്കാരെ വാങ്ങിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന് ലോങ് സ്ട്രാഡിൽ എന്നാണ് പറയുന്നത്. ഇത് ഇന്നലെ ഇതേ സമയം ഞാൻ നോക്കുമ്പോൾ 19400 കാളും 19400 പുട്ടും സെല്ല് ചെയ്തിട്ടുണ്ടായിരുന്നു. ദാറ്റ് മീൻസ് ഒരു ഷോർട്ട് സ്ട്രാഡിലായിരുന്നു. അതൊക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ റെഗുലറായിട്ട് കാണുമ്പോൾ ഇത് മനസ്സിലാവും ഏത് ടൈപ്പിലുള്ള പ്ലെയേഴ്സ് ആണെന്ന്. പക്ഷേ രാവിലെ ഇതൊരു 9:30-10 മണിയായപ്പോഴത്തേക്കും ഇത് മാറി. ഇന്ന് രാവിലെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഒരു 9:30 കഴിഞ്ഞപ്പോഴത്തേക്കും 9:45 കഴിഞ്ഞപ്പോഴത്തേക്കും ഇതൊരു മൾട്ടിപ്പിൾ ഹെഡ്ജായിട്ട് മാറി, അല്ലെങ്കിൽ ഇതൊരു സ്ട്രാങ്കിളായിട്ട് മാറി. 19500 കാളും 19400 പുട്ടും വീണ്ടും 19550 കാളും 19450 ഒരു പുട്ടും. സോ നമുക്ക് ഇങ്ങനെ ഒരു മൾട്ടിപ്പിൾ ഹെഡ്ജായിട്ട് വരുന്ന ദിവസങ്ങളിൽ എങ്ങനെയാണ് മാർക്കറ്റ് റിയാക്ട് ചെയ്യുന്നതെന്ന് നിങ്ങൾ ഓപ്ഷൻ ബയർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളിത് വാച്ച് ചെയ്യുക. ദയവ് ചെയ്ത് വാച്ചിങ്ങിന് ടൈം കൊടുക്കുക. 1 ട്രേഡോ 2 ട്രേഡോ ഡെയിലി എടുക്കുക മതി. അതിൽ കിട്ടുന്ന പ്രോഫിറ്റ് കൊണ്ട് തൃപ്തിയാവുക. എങ്കിൽ ലോങ് ടേമിൽ എപ്പോഴും നിങ്ങൾക്ക് ഡെയിലി പ്രോഫിറ്റ് എടുത്തുകൊണ്ടേയിരിക്കാം. അപ്പോൾ ആദ്യം ഇതിന് പഠിക്കാനായിട്ട് സമയം കൊടുക്കുക, സ്ക്രീൻ ടൈം കൊടുക്കുക. എങ്കിൽ മാത്രമേ നിങ്ങൾ വിജയിക്കാൻ പറ്റത്തുള്ളൂ. ലോങ് ടൈമിൽ റെഗുലറായിട്ട് വിജയിക്കാൻ പറ്റത്തുള്ളൂ. സോ രാവിലെ ഇതങ്ങ് മാറി. അത് ഇന്നലെ സ്ട്രാഡിലായിരുന്നു, അത് രാവിലെ തന്നെ മാറി. അപ്പോൾ നിങ്ങളൊരു ഓപ്ഷൻ സെല്ലറാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ഡേറ്റയും നോക്കണ്ട. രാവിലെ NSE വരിക, നീ നെഫ്റ്റിയിലാണെന്നുണ്ടെങ്കിൽ നെഫ്റ്റിയിൽ ഡെറിവേറ്റീവ്സ് പോവുക, ഒരു 9:45 ആകുമ്പോൾ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടോ എന്ന് നോക്കുക. എങ്കിൽ ഇതിനനുസരിച്ച് നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ എന്താണോ ചെയ്തു വെച്ചേക്കുന്നത് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. നിങ്ങൾ പ്രോഫിറ്റബിൾ സെല്ലറായിട്ട് മാറും. അപ്പോൾ പേടിക്കണ്ട, എന്താണോ അവിടെ നടക്കുന്നത്. OI ഡേറ്റ അവിടെ നിന്ന് നിറച്ച ആൾക്കാർ പുട്ട് സ്ക്വയർ ഓഫ് ചെയ്തുന്നു, മുകളിലോട്ട് പോകുന്നു, താഴെ, അതിനൊന്നും യാതൊരു ടെൻഷനും ഇല്ല. നിങ്ങൾ ഈസി ആയിട്ട് ഇത് നോക്കുക. ഇവരുടെ കൂടെ ഓപ്ഷൻ സെല്ലർ ആണെന്നുണ്ടെങ്കിൽ ഇവരുടെ കൂടെ യാത്ര ചെയ്യുക. എങ്കിൽ നിങ്ങൾക്കും ഓപ്ഷൻ സെല്ലറിനും ഡെയിലി പ്രോഫിറ്റുകൾ ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, ഇതൊരു കാര്യം. ഓപ്ഷൻ ബയറിന് ഇത് ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡെയിലി ഇരുന്ന് ഇതൊന്ന് നോക്കുക. ഒരു 10-20 ദിവസം അല്ലെങ്കിൽ ഒരു 30 ദിവസം 45 ദിവസം ഇത് നോക്കുക. സ്ട്രാഡിൽ ആണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് എങ്ങനെയാണ് റിയാക്റ്റ് ആകുന്നത്, സ്ട്രാങ്കിൾ ആണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് എങ്ങനെയാണ് റിയാക്റ്റ് ആകുന്നത്, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഹെഡ്ജ്, അതിനാണ് ബട്ടർഫ്ലൈ, അയൺ കോണ്ടർ, ഇങ്ങനെ കുറേ കാലണ്ടർ സ്പ്രെഡ്, ഇങ്ങനെ കുറേ പേരുകൾ കൊടുത്തിട്ടുണ്ടെന്നുള്ളതേ ഉള്ളൂ. അതിന് മൾട്ടിപ്പിൾ ഹെഡ്ജിങ് എന്നാണ് പറയുന്നത്. ഓക്കെ, സോ മൾട്ടിപ്പിൾ ഹെഡ്ജ് ആണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത് ഇത് വാച്ച് ചെയ്യുക. ഓക്കെ, ഇതൊരു കാര്യം എടുക്കുക. അപ്പോൾ ഇന്ന് രാവിലെ ഇത് മാറിയുണ്ട്. സ്ട്രാഡിൽ നിന്ന് മാർക്കറ്റിൻ്റെ ഒരു മൊമെൻറ്റം വന്നു. ഓക്കെ, അടുത്തത് എന്താണ് നോക്കേണ്ടത്? ഇതിൻ്റെ ഓപ്ഷൻ ചെയിനിലോട്ട് പോകണം.
ഈ ഓപ്ഷൻ ചെയിനിൽ എനിക്കറിഞ്ഞിട്ട് എത്ര പേര് ഇതൊക്കെ നോക്കുന്നുണ്ടെന്നുള്ളത്. പക്ഷേ നാളെ മുതൽ നോക്കിയാൽ യു വിൽ ബിക്കം എ ഗുഡ് പ്രോഫിറ്റബിൾ ട്രേഡർ ആസ് എ ഓപ്ഷൻ ബയർ. ഓക്കെ, സോ ഇതിനകത്ത് നമ്മൾ ഓപ്ഷൻ ബയർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കാണിച്ചിരിക്കുന്ന ഇംപ്ലൈഡ് വോളറ്റാലിറ്റി IV എന്ന് പറയും. ഇത് ഇതിനകത്ത് മാറിയിട്ടുണ്ട്, ഫുള്ളായിട്ട് ഈ ചാർട്ടൊക്കെ മാറിയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ അടുത്ത സ്ട്രൈക്കിൻ്റെ അടുത്ത ഒരു എക്സ്പയറി ഡേ ഇടാം. ഇന്ന് എക്സ്പയറി ആയിട്ട് 13th ജൂലൈ. ഓക്കെ, 13th ജൂലൈയുടെ നമ്മൾ ഇട്ടിട്ടുണ്ട്. ഓക്കെ, സോ ഇതിനകത്ത് ഇംപ്ലൈഡ് വോളറ്റാലിറ്റി നല്ല രീതിയിലുണ്ടോ എന്ന് നോക്കുക. കാര്യത്തിൽ അവിടെ ആരൊക്കെയാണ് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളത്. അതായത് അതിനകത്ത് നമുക്ക് വിൽക്കാനും വാങ്ങിക്കാനും ആൾക്കാർ വേണോ അതല്ലേ. നല്ല കുറേ ക്രൗഡ് ഉണ്ടെങ്കിലേ നമുക്ക് ഉത്സവം പോലെ നന്നായിരിക്കുള്ളൂ അല്ലേ, നിറച്ചാൽ നമുക്ക് കച്ചവടം നടക്കുകയുള്ളൂ. ഉത്സവം നടക്കുവാണ്, പക്ഷേ ആൾക്കാർ കുറവാണ് എന്നുണ്ടെങ്കിൽ കച്ചവടം വളരെ മന്ദഗതിയിലായിരിക്കും, സ്ലോ ആയിരിക്കും. അത് ഈ ഇംപ്ലൈഡ് വോളറ്റാലിറ്റി നമുക്ക് കാണിച്ചു തരും. അത് വാലിഡേറ്റ് ചെയ്യുക. ഇപ്പോൾ ഇതിനകത്ത് ഈ കാൾ സൈഡിലാണെന്നുണ്ടെങ്കിൽ 10 താഴെയാണ് കാൾ സൈഡിലുള്ളത്. അതേസമയം പുട്ട് സൈഡിലാണെങ്കിലോ 10 മുകളിലുമാണ് പുട്ട് സൈഡിലിവിടെ ഉള്ളത്. ഇത് ഇങ്ങനെ വരുമ്പോൾ എങ്ങനെ ആയിരിക്കും മാർക്കറ്റ് റിയാക്ട് ചെയ്യുക, ഇതൊരു നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, ഇന്ന് രാവിലെ നോക്കുമ്പോഴത്തേക്കും IV വന്നിട്ട് വളരെ കുറവായിരുന്നു, IV വളരെ കൂടുതലാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ്. ഇപ്പോൾ നമുക്ക് ഫോർ എക്സാമ്പിൾ ഇത് വന്നിട്ട് IV കൂടുതൽ പുട്ട് സൈഡിലും IV കുറവ് കാൾ സൈഡിലുമാണ്. രണ്ട് സൈഡിലും കുറവാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് നോർമലി ഒരു സൈഡ് വേസ് മൊമെൻറ്റം ആകും. അന്ന് ഓപ്ഷൻ ബയറിന് യാതൊരു ചാൻസും ഇല്ല. അന്ന് വേണം ഓപ്ഷൻ ബയർ അവോയ്ഡ് ചെയ്യാൻ. അല്ലാതെ വെള്ളിയാഴ്ച ഞാൻ ട്രേഡ് ചെയ്യില്ല, തിങ്കളാഴ്ച ഞാൻ ട്രേഡ് ചെയ്യില്ല, ബുധനാഴ്ച അങ്ങനെയൊന്നും ഇതെന്താണ്, അങ്ങനെയൊന്നും നേർച്ചയോ കാര്യങ്ങളോ അങ്ങനെയൊന്നുമില്ല. വ്രതം ഞാൻ ഈ ദിവസം വ്രതം ഇരിക്കും, വെള്ളിയാഴ്ച വ്രതം എടുക്കും, അത് വ്രതമാണ്. ഇതങ്ങനെയല്ല. ഇത് ചാർട്ട് പറയുന്നതനുസരിച്ച് നമ്മുടെ മൈൻഡ് സെറ്റ് നമ്മൾ മാറ്റുക. ഇപ്പം നിങ്ങളൊരു ഓപ്ഷൻ ബയർ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇന്ന് എന്തായാലും ഒരു സൈഡ് വേസ് ആകാനുള്ള ചാൻസസ് കൂടുതലാണ്. കാര്യം എന്താണ്, രണ്ട് സൈഡും ഇംപ്ലൈഡ് വോളറ്റാലിറ്റി വളരെ കുറവാണ്. അപ്പോൾ ആൾക്കാർക്ക് വോളിയം ഇല്ല, ആൾക്കാർക്ക് വാങ്ങിക്കാവുന്ന വിൽക്കാവുന്ന വലിയ താല്പര്യമൊന്നും ഈ മാർക്കറ്റ് ഇത്രയും 19,500 അടുപ്പിച്ച് 550 അടുപ്പിച്ച് വന്നാലും 19,500 അടുപ്പിച്ച് നിന്നാലും ആൾക്കാർ വലിയ രീതിയിൽ സന്തോഷപ്പെടുന്നില്ല ഈ പ്രൈസിന് വാങ്ങിക്കാനോ വിൽക്കാനോ. ഇത് മനസ്സിലാക്കുക. ഓക്കെ, ഇത് രണ്ട് കാര്യം. ഇത് നമ്മൾ ആദ്യം ഇത് നോക്കി, എന്താണ് സ്ട്രൈക്ക് ആരാണെന്ന് നോക്കി, ഏത് തരത്തിലുള്ള ആൾക്കാരാണെന്ന് നോക്കി. രണ്ടാമത് ഈ നിഫ്റ്റിയിലെ ഇതിനകത്ത് പോയിട്ട് ഓപ്ഷൻ ചെയ്യുന്ന പോയിട്ട് IV എന്താണെന്ന് നോക്കി. മൂന്നാമത് ഞാൻ ഇത് നോക്കാറുണ്ട്. ഇവിടെ ഞാൻ നോക്കുന്നത് ഇന്നലെ ഈ മുകളിൽ നിന്ന് വിറ്റല്ലോ അവർ സ്ട്രോങ് ആണോ അല്ലെങ്കിൽ അവർ വീക്കാണോ എന്ന് ഞാൻ നോക്കാറുണ്ട്. രാവിലെ തന്നെ നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഓൺലി സിയുടെ കാൾ മാത്രമേ കൊടുത്തിരുന്നുള്ളൂ. ഓൺലി സി മൂവിങ് അപ്പ് എന്നുള്ളത് മാത്രമേ, നമ്മൾ P ഒന്നും രാവിലെ ഡിസ്കസ് ചെയ്തില്ല. നിഫ്റ്റിക്കും സി കൊടുത്തിരുന്നു, ബാങ്ക് നിഫ്റ്റിക്ക് നമ്മൾ സി കൊടുത്തിരുന്നു. ഇത് എന്തുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് എന്തുകൊണ്ടാണ് നോക്കണമെന്ന് വെച്ചാൽ ഈ F പീരീഡ് വരയ്ക്കും വിറ്റ ആൾക്കാർ പുവർ സെല്ലിംഗ് ആണ്. അവരുടെ SL ഹിറ്റായെങ്കിലും വീണ്ടും അവർ കയറി, വീണ്ടും G പീരീഡ് ഈ വിറ്റ ആൾക്കാർ, വീണ്ടും HIJ ഈ വിറ്റ ആൾക്കാരും പുവർ സെല്ലേഴ്സ് ആയിരുന്നു. ദാറ്റ് മീൻസ് ഈ കാൾ സെല്ലേഴ്സ് മുകളിൽ നിന്ന് വിറ്റ ആൾക്കാർ പുവർ സെല്ലറാണ്. ഓക്കെ, രാവിലെ ഇത് മൾട്ടി ഡേ, ഇത് നിഫ്റ്റിയാണ്, ബാങ്ക് നിഫ്റ്റി, സോറി ഇത് ബാങ്ക് നിഫ്റ്റിയാണ്, സോറി ദിസ് ഇസ് എ ബാങ്ക് നിഫ്റ്റി. ഓക്കെ, ബാങ്ക് നിഫ്റ്റി. സോ രാവിലെ യെസ്റ്റർഡേ ലോ ബ്രേക്ക്ഔട്ട് ഫെയിലിയർ എന്ന് ഞാനും ടെലഗ്രാം ചാനലിൽ ഇട്ടിരുന്നു. അതായത് യെസ്റ്റർഡേ ലോവിൻ്റെ അവിടെ വരുമ്പോഴത്തേക്കും നിറച്ച ആൾക്കാർ, അതായത് ഈ ഇൻസൈഡ് ക്യാൻഡിൽ, നിങ്ങൾ ക്യാൻഡിൽ സ്റ്റിക്കിലൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ഇതൊരു വലിയ ക്യാൻഡിലാണ്, ഇത് ഇൻസൈഡ് ക്യാൻഡിലാണ്. ഇൻസൈഡ് ക്യാൻഡിൽ ലോവിൽ ബ്രേക്ക് ചെയ്യുമ്പോഴത്തേക്കും ദർ വിൽ ബി എ ഗുഡ് ഫാൾ എന്നൊക്കെ പറഞ്ഞ് നിറച്ച് സ്ട്രാറ്റജീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ഇത് ബ്രേക്ക്ഔട്ട് ഫെയിലിയറായി. കാരണം ഇവിടെ നിന്നൊരു കണ്ടിന്യൂ മാർക്കറ്റ് തന്നില്ല. നമ്പർ 1, മാർക്കറ്റ് കണ്ടിന്യൂ തന്നില്ല എങ്കിൽ ഈ സെല്ലേഴ്സ് വീണ്ടും വീക്കായി, അവരെ കൊണ്ട് തലേ ദിവസത്തെ ലോവിന് താഴെ മാർക്കറ്റിനെ പുഷ് ചെയ്യാൻ പറ്റുന്നില്ല. ഇവർ വീക്കായി. അപ്പോൾ ഇവരെന്താ ചെയ്യുക, ഇവരുടെ പൊസിഷൻ സ്ക്വയർ ഓഫ് ചെയ്യും. ഇവരുടെ പൊസിഷൻ ഇവർ പേടിച്ച് ഇറങ്ങും. അപ്പോൾ എപ്പോഴാണ് ഇറങ്ങുക, എങ്ങനെയാണ് ഇറങ്ങുക, എപ്പോഴാണ് എൻട്രി എടുക്കുക, അതിന് നമുക്ക് കുറേ സ്ട്രാറ്റജീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്കൊരു ഇൻഫർമേഷൻ ഇവിടെ കിട്ടി. ഓക്കെ, ഇന്നലെ സ്ട്രാങ്കിൾ ആയിരുന്നു ബാങ്ക് നിഫ്റ്റിയിൽ സ്ട്രാങ്കിളും പ്ലസ് ഈ രണ്ട് ഇൻഫർമേഷൻ വെച്ചിട്ട് നല്ലൊരു IV ഉണ്ടായിരുന്നു. അതുകൊണ്ട് ബാങ്ക് നിഫ്റ്റിയിൽ ഒരു ഓപ്ഷൻ ബൈയിങ്ങിന് നല്ലൊരു ദിവസമായിരുന്നു. ഇന്ന് എക്സ്പയറി ആയാലും നല്ലൊരു ദിവസം ആയിരുന്നു. അപ്പോൾ നിഫ്റ്റിയിൽ വേണമെങ്കിൽ നോക്കാം. ഓക്കെ, നിഫ്റ്റിയിൽ ഓക്കെ 1 സെക്കൻഡ്. ഓക്കെ,
നിഫ്റ്റിയിൽ ഈ ചാർട്ട് പറയുന്ന കഥ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ചാർട്ട് പറയുന്ന കഥ വളരെ ക്ലിയർ ആണ്. ദിസ് ഈസ് എ പുവർ ഹൈ. ഈ പുവർ ഹൈ ക്ലിയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ പുവർ ഹൈ മാർക്കറ്റ് ക്ലിയർ ചെയ്യേണ്ടതായിട്ട് ഉണ്ട്. സോ എക്സാക്ട്ലി ഇന്ന് രാവിലെ ഓപ്പൺ ആവുകയും ഇന്നലത്തെ വാല്യൂ ഏരിയയിൽ അവിടെ സപ്പോർട്ട് എടുക്കുകയും ചെയ്തു. ഇത് സപ്പോർട്ട് എടുക്കുന്നത് കണ്ടപ്പോൾ തന്നെ നമ്മൾ ഗ്രൂപ്പിൽ ഇട്ടിരുന്നു, ഇതേപോലെ മാർക്കറ്റ് 19,3 സംതിങ് 490 അടുപ്പിച്ച് മാർക്കറ്റ് പോകുമെന്ന് നമ്മൾ രാവിലെ ഒരു ഗ്രൂപ്പിൽ കൊടുത്തിരുന്നു. അതും കോളാണ് കൊടുത്തിരുന്നത്. അതുകൊണ്ട് തന്നെ ഇത് സ്ട്രാഡിൽ ആണെങ്കിലും ഇത് രാവിലെ ഇത് ചേഞ്ച് ആയപ്പോഴത്തേക്കും, ഇത് മൾട്ടിപ്പിൾ ഹെഡ്ജ് ആയപ്പോഴത്തേക്കും നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ മാറ്റി. മൾട്ടിപ്പിൾ ഹെഡ്ജ് ആയപ്പോഴത്തേക്കും മാർക്കറ്റിന് ഒരു നല്ലൊരു മൊമെൻറ്റം വരും എന്നുള്ള ഒരു എന്താ പറയുക, ഇങ്ങനെ ഇവർ തന്നെ ഈ താഴെ ഒരു പുഷ് കിട്ടാത്തതുകൊണ്ട്, താഴോട്ട് പോകാത്തതുകൊണ്ട് അവർ സ്ക്വയർ ഓഫ് ചെയ്ത് ഇറങ്ങുന്നത് കാണാൻ പറ്റി. എല്ലാം മാർക്കറ്റ് പ്രൊഫൈലിൽ തന്നെ കാണാൻ പറ്റി, ഇവിടെ തന്നെ കാണാൻ പറ്റി. സോ മാർക്കറ്റ് ഈസ് മൂവിങ് അപ്പ്. മാർക്കറ്റ് നല്ല മുകളിലോട്ട് പോകുന്നതാണ് നമുക്ക് ഇന്ന് വിറ്റ്നസ് ചെയ്യാൻ പറ്റിയത്. ഓക്കെ, ഇതല്ലാതെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം കൂടി നിങ്ങൾ നോക്കേണ്ടതായിട്ടുണ്ട്. എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും ഒരേപോലെയാണോ യാത്ര ചെയ്യുന്നത്, അതായത് ഒരേപോലെയാണോ മുകളിലോട്ട് പോകുന്നത്, അല്ലെ ഒരേപോലെയാണോ താഴോട്ട് വരുന്നത് എന്നുള്ളത് ഓപ്ഷൻ ബയർ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതല്ല, ഒരാൾ മുകളിലോട്ട് പോകുമ്പം വേറൊരാൾ താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഓപ്ഷൻ ബയറിന് അന്ന് അവോയ്ഡ് ചെയ്യേണ്ടതാണ്. ഓപ്ഷൻ ബൈയിങ് അന്ന് നല്ല രീതിയിൽ കിട്ടൂല. കാര്യം എന്താണ്? വേറൊരു കാര്യം ശ്രദ്ധിക്കുക. അതായത് ഈ സമയത്ത് ബി പീരീഡ് തന്നെ 2 ദിവസത്തെ ഹൈ, മൾട്ടിപ്പിൾ ഡേ ഹൈ ബ്രേക്ക് ചെയ്തു. മൾട്ടി ഡേ ഹൈ ബി പീരീഡ് തന്നെ ബ്രേക്ക് ചെയ്തു. പക്ഷേ ആ സമയത്ത് ബാങ്ക് നിഫ്റ്റി എവിടെയാണ്? ബാങ്ക് നിഫ്റ്റി പ്രീവിയസ് ഡേയുടെ ഓപ്പണിൻ്റെ താഴെയാണ് ട്രേഡ് ആകുന്നത്. ഓപ്പണിൻ്റെ താഴെയാണ് ബാങ്ക് നിഫ്റ്റി ട്രേഡ് ആയിക്കൊണ്ടിരുന്നത്. എന്നിട്ട് ഉച്ചയ്ക്ക് ശേഷമാണ്, അതായത് ഈ പീരീഡ് ഓൾമോസ്റ്റ് ഐ പീരീഡ് ഇവിടെയൊക്കെ വരുമ്പോഴത്തേക്കുമാണ് ഈ ഐ പീരീഡ് മാർക്കറ്റ് മുകളിലോട്ട് പോയി. അങ്ങനെ ഉച്ചയ്ക്ക് ശേഷമാണ് രണ്ടുപേരും ഒന്നിച്ചുള്ള ഒരു യാത്ര മുകളിലോട്ട് കണ്ടത്. സോ ഇങ്ങനെയൊക്കെ വരുമ്പോൾ മാത്രമേ ഓപ്ഷൻ ബയറിന് നിറച്ച് കാര്യങ്ങൾ ഇവിടെ ഉള്ളൂ. മനസ്സിലായില്ലേ? സോ അതേപോലെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വച്ചതിന് ശേഷം എന്നിട്ട് വേണം ഒരു ഓപ്ഷൻ ബയറാകി മാറാം. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഇനി നമുക്ക് എൻട്രിയും എക്സിറ്റും അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ എത്ര പേര് ഇതിനകത്ത് ശ്രദ്ധിച്ചു എന്ന് അറിഞ്ഞുകൂടാ. ഇന്ന് എക്സാക്ട്ലി ഈ എഫ് പീരീഡ് നമ്മൾ സിംഗിൾ പ്രിൻറ്റിനെ കുറിച്ച് ഒരു സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസിനെ കുറിച്ച് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, പോയി കാണുക. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അത് കൊടുത്തേക്കാം. എക്സാക്ട്ലി ഈ എഫ് പീരീഡ് മാർക്കറ്റ് ബ്രേക്ക് ചെയ്തു. ഇവിടുന്ന് റെസിസ്റ്റൻ്റ് എടുത്ത് മാർക്കറ്റ് താഴെ വന്നു. എന്നിട്ടാണ് മാർക്കറ്റ് BN മുകളിലോട്ട് പോയത്. ഈ സിംഗിൾ പ്രിൻ്റ് എക്സാക്ട്ലി ഒരു റെസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ആവുകയും കുറച്ച് പോയിന്റ്സ് താഴോട്ട് ഒരു മൊമെൻറ്റം കിട്ടുകയും ചെയ്തു. ഓക്കെ, ഇതെല്ലാം നിങ്ങൾ വാച്ച് ചെയ്യുക. ഇത്ര നേരം കണ്ടതിൽ നന്ദി, നമസ്കാരം. താങ്ക് യു വെരി മച്ച്.